സിനിമയിലുള്ള ആളുകളെ പറ്റി ഒരുള്ള പൊതുബോധങ്ങളിലൊന്നാണ് ഈ ഒരു ലിവറിനൊരു അസുഖം വന്നാൽ ഇമീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് എല്ലാവരും അത് മദ്യപിച്ചിട്ടാണ്, അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ ആധിക്യം എന്ന് വിചാരിക്കും. ഈ ഹനീഫക്ക ഒരു തുള്ളി പോലും മദ്യപിക്കില്ലായിരുന്നു. എത്രയോ തവണകള് എത്രയോ പ്രാവശ്യങ്ങൾ, നൂറുകണക്കിന് പ്രാവശ്യം ഒരുമിച്ച് ഇരുന്നു. അത്ര ബന്ധമുള്ള ഫാദറിനോട് കൊടുത്ത ശബ്ദം. അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി മദ്രാസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫാദർ അന്ന് സെൻട്രൽ ജമാഅത്ത് പള്ളി പ്രസിഡന്റൊക്കെയാണ്. ഭയങ്കര ഓർത്തഡോക്സ് ആയതുകൊണ്ട് സിനിമയ്ക്ക് പോകാൻ പറ്റില്ല ഒക്കെ പറഞ്ഞ് അവസാനം പുള്ളിയുടെ ഫാദറിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. അപ്പം ശബ്ദം ജയിച്ച് വെള്ളം അടിക്കില്ല എന്നുള്ള കാര്യം. ഇത് ഫാദറിനെ നമുക്ക് എല്ലാവർക്കും അത്, പക്ഷെ ഹനീഫ്ക്ക് ഒരു പടിയൊക്കെ കൂടുതലായിരുന്നു. അതെ. അപ്പൊ ഞാൻ എന്താണെന്ന് ചോദിച്ചത്, എന്താണ് കാരണം? എടാ, ചെറുപ്പത്തിൽ എന്റെ കാല് ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കില്ല, കാല് ഇങ്ങനെ പോണം, ഇങ്ങനെ ഇരുന്ന് ഈ പുള്ളിക്കാരൻ കടയിൽ പോയിട്ട് വന്നിട്ട് തിരുമിയാണ് നേരെയാക്കിയത്. ആ ഒരു മകൻ എന്നുള്ളതിലുപരി, അല്ലെങ്കിൽ പുള്ളി ജീവിതകാലം മുഴുവൻ ഹനീഫ്ക സേതുന്റെ ഉള്ളിൽ കാപ്പി പിടിക്കാൻ കാശാന്ന് ഇങ്ങനെ അല്ലേ? അതിനെന്തെല്ലാം പരീക്ഷണങ്ങൾ പുള്ളി നടത്തിയേക്കുന്നത്. തിരുമ്മി അപ്പൊ എത്രയോ വട്ടം പുള്ളിനെ തിരുമ്മിയിട്ടുണ്ട്. പുള്ളി ഫാദറിന്റെ മുമ്പിൽ ഇരിക്കില്ല. ഞാനൊക്കെ ഇരിക്കും, ഫാദറിന്റെ മുമ്പിൽ പുള്ളി ഇരിക്കില്ല. ഭയങ്കര റെസ്പെക്റ്റാണ് ഫാദറിന് ഭയങ്കര ഹ്യൂമർ സെൻസ് ആയിരുന്നു അല്ലേ? ഭയങ്കര ഹ്യൂമർ സെൻസാണ്. സിദ്ദിഖിന്റെ ഫാദറും, ഡയറക്ടർ സിദ്ദിഖിന്റെ ഫാദറും ഇസ്മായിൽ അണ്ണനും നമ്മുടെ ഫാദറും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. രണ്ടുപേരും ഭയങ്കര ഹ്യൂമർ സെൻസ്. ഇവര് രണ്ടുപേരും ഭയങ്കര ഹ്യൂമർ പറയാൻ. ഇവർ രണ്ടുപേരും ചിരിക്കൂല, നമ്മളിരുന്ന് ചിരിക്കൂ. ഭയങ്കര രസമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അവര്.